ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. പ്രിയമുള്ളവരെ, PowerRichMarketing.com എന്ന് പറയുന്ന വളരെ ബൃഹത്തായ ഒരു സംരംഭത്തിലേക്ക് എങ്ങനെ നമുക്ക് പ്രവേശിക്കാം, എങ്ങനെ നമുക്ക് കടന്നു വരാം എന്നതിനെക്കുറിച്ചുള്ള ചെറിയൊരു വിവരണമാണ് നൽകുന്നത്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കമ്പനിയുടെ വെബ്സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യണം. ഞാൻ ആ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. അതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത് കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ 149 രൂപ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കണം. ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ കൈവശം വെക്കണം. അതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾക്ക് ഈ വീഡിയോ അയച്ചു തരുന്ന ആളുടെ പക്കലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കണം ആ വ്യക്തിക്ക്. ആ വ്യക്തിയുടെ റെഫറൽ ID വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ലോഗിൻ ചെയ്യേണ്ടത്. ആ വ്യക്തിക്ക് അയച്ചു കൊടുത്താൽ ആ വ്യക്തി നമുക്ക് ID ലോഗിൻ ചെയ്തു തരും. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ID ലോഗിൻ ചെയ്യാം. പക്ഷേ ആദ്യം കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് പണം അയച്ചു കൊടുത്ത് ആ സ്ക്രീൻഷോട്ട് എന്ത് ചെയ്യണം, നമ്മളുടെ കൈവശം വെക്കുകയും വേണം. നമ്മൾക്ക് ഈ വീഡിയോ അയച്ചു തന്ന വ്യക്തിക്ക് അയച്ചു കൊടുക്കുകയും വേണം. ഓക്കെ. എന്നിട്ടാണ് നമ്മൾ റെഫറൽ ID വാങ്ങിയിട്ട് നമ്മൾ കമ്പനിയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മൾ ജോയിൻ ചെയ്യേണ്ടത്. ഞാനൊന്ന് പരിചയപ്പെടുത്താം. ഇവിടെ സൈനപ്പ് എന്ന് കാണിക്കുന്നുണ്ട്. ഈ ആദ്യമായിട്ട് നമ്മൾ സൈനപ്പ് എന്ന് പറയുന്ന ഈ ഇങ്ങനെ സൈനപ്പും വന്നിട്ടും പോയിട്ടിരിക്കുന്നുണ്ട്. ഇവിടെ സൈനപ്പിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. സൈനപ്പിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഇങ്ങനൊരു പേജാണ് നമുക്ക് ഓപ്പൺ ആയിട്ട് വന്നിട്ടുള്ളത്. വളരെ സിമ്പിളാണ്. റെഫറൽ ID എന്നുള്ള ഭാഗത്ത് നമുക്ക് ഈ വീഡിയോ അയച്ചു തരുന്ന ആളുടെ കയ്യിൽ നിന്ന് നമ്മൾ അവരുടെ റെഫറൽ ലിങ്ക് വാങ്ങുക. അവരുടെ റെഫറലായിട്ടാണെങ്കിൽ അവരുടെ റെഫറൽ, അതല്ല മറ്റുള്ളവരുടെ ആണെങ്കിൽ മറ്റുള്ളവരുടെ റെഫറൽ, ആരാണെങ്കിലും അവരുടെ കയ്യിൽ നിന്ന് റെഫറൽ ID നമ്മൾ കൈപ്പറ്റിയിരിക്കണം. ആ കൈപ്പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ പണം അയച്ച കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് പണം അയച്ചതിൻ്റെ സ്ക്രീൻഷോട്ട് അവർക്ക് അയച്ചു കൊടുക്കണം. എന്നിട്ടാണ് നമ്മൾ റെഫറൽ ID കൈപ്പറ്റേണ്ടത്. റെഫറൽ ID കൈപ്പറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, റെഫറൽ ID കൊടുക്കുക. ആ റെഫറൽ ID കറക്റ്റാണോ, അവർ തന്ന പേരും നമ്മൾ ID അടിച്ചപ്പോൾ ഇതിൻ്റെ താഴ്ഭാഗത്ത് പേര് വരും. നമ്മൾ ഈ കോളത്തിൽ റെഫറൽ ID എന്ന് പറയുന്ന ഈ കോളത്തിൽ ID അടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവിടെ പേര് വരും. പിന്നെ തൊട്ട് താഴെ നമ്മുടെ അക്കൗണ്ട് ബുക്കിൽ പാസ്ബുക്കിലൊക്കെ ഉള്ള പേര് കൃത്യമായിട്ട് നമ്മളിവിടെ അടിച്ചു കൊടുക്കുക. തൊട്ട് താഴെ ഇമെയിൽ ID കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, കോപ്പി പേസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ഇമെയിൽ ID. കാരണം ഒരക്ഷരം തെറ്റിപ്പോയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇമെയിൽ IDക്ക് എപ്പോഴും കോപ്പി പേസ്റ്റാണ് നല്ലത്. അതുപോലെ തന്നെ മൊബൈൽ നമ്പർ കൃത്യമായിട്ട് നമ്മൾ തെറ്റാതെ അടിച്ചു കൊടുക്കുക. പിന്നെ ഇന്ത്യ അത് അവിടെ വന്നിട്ടുണ്ടാവും. പിന്നെ പാസ്വേഡ് 6 അക്ക പാസ്വേഡ്, നമ്പർ ടൈപ്പ് നമ്പറാണ് നമുക്ക് എളുപ്പം കുറച്ച് സുഖം ഉണ്ടാവുക. ഒരു 6 അക്ക നമ്പർ അടിച്ചു കൊടുക്കുക. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ ട്രാൻസാക്ഷൻ പാസ്വേഡ്. ഈ ട്രാൻസാക്ഷൻ പാസ്വേഡും കൃത്യമായിട്ട് തെറ്റാതെ നമ്മൾ അടിച്ചു കൊടുക്കുക. അഥവാ തെറ്റിപ്പോയിട്ട് പ്രശ്നമൊന്നുമില്ല, ഒക്കെ കമ്പനിയിലേക്ക് നമുക്ക് റിക്വസ്റ്റ് അയച്ച് തിരുത്താവുന്നതേ ഉള്ളൂ. എന്നാലും അതിൻ്റെ ഒരു ആവശ്യം വരുത്തരുത്. നമ്മൾ കൃത്യമായിട്ട് തെറ്റാതെ നമ്മൾ എന്ത് ചെയ്യുക, അയച്ചു കൊടുക്കുക, തെറ്റാതെ അടിച്ചു കൊടുക്കുക. ട്രാൻസാക്ഷൻ പാസ്വേഡും 6 തന്നെയാണ്. അപ്പോൾ തെറ്റാണ്ട് അതെല്ലാം അടിച്ചു കൊടുക്കുക. എന്നിട്ട് എഗ്രി എന്നുള്ള കോളത്തിൽ ടിക്ക് ചെയ്തിട്ട് സബ്മിറ്റ് കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആമുഖമായിട്ട് ഈ കമ്പനിയിലേക്ക് കടന്നു വരാൻ വേണ്ടി ചെയ്യേണ്ടത്. പിന്നെ ഫണ്ട് ട്രാൻസാക്ഷനും അതിൻ്റെ ആക്ടിവേഷനും ഒക്കെ പ്രോസസ്സിംഗ് ഒക്കെ രണ്ടാമത്തെ വിഷയങ്ങളാണ്. അത് അടുത്തൊരു വീഡിയോയിൽ ഞാൻ ആ വിഷയം പരിചയപ്പെടുത്താം. ഇതാണ് ആമുഖമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഗുഡ് ബൈ.